നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പൊന്നോണത്തിന്റെ വരവറിയിച്ച അത്തം പിറന്നു. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി നാട്. തൃശൂർ തെക്കേ ഗോപുരനടയിൽ അത്തപ്പൂക്കളം ഒരുക്കി. സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കൂറ്റൻ പൂക്കളം ഒരുക്കിയത്. തൃശൂരിൽ നാലോണ നാളിൽ നടക്കുന്ന പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി. മേയർ എം കെ വർഗീസ് കൊടിയേറ്റി. പുലിക്കളിക്ക് ഇത്തവണ 9 സംഘങ്ങൾ പങ്കെടുക്കും. 3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. കൈപ്പമംഗലം സ്വദേശി കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ 32 വയസ്സുള്ള ഐശ്വര്യാണ് മരിച്ചത്. പട്ടിക്കാട് പീച്ചി റോഡ് മേൽപ്പാതയിൽ പിക്കപ്പ് വാനിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ച അപകടം. വാൻ ഡ്രൈവർ നാഗപട്ടണം സ്വദേശി ചന്ദ്രകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാഹുൽ മാങ്കുട്ടത്തിൽ വിവാദം അവസാനിച്ചതായും ഈ വിഷയത്തിൽ ഇനി ചർച്ചയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CPM അഹങ്കരിക്കേണ്ടെന്നും ചില കാര്യങ്ങൾ ഉടൻ പുറത്തുവരാനുണ്ടെന്നും സതീശൻ. MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ വിജിലൻസ് കോടതിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിജിലൻസ് കോടതി മതിയായ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും വിശദവാദം കേൾക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി. വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുകയാണെന്ന ആവശ്യവുമായി SDPI തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ യോഗം SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ദേശമംഗലത്ത് ഉപയോഗശൂന്യമായ പാറമടയിൽ ഉടമയായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൂങ്കോഴി മുണ്ടത്ത് വീട്ടിൽ രവിയാണ് മരിച്ചത്. പാവറട്ടി പെരിങ്ങാട് സ്വദേശിയായ ബാർ ജീവനക്കാരനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. വരടിയം ചീരക്കാട്ടുകുടിയിൽ രാഹുലിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടെ ഡയാലിസിസ് വാർഡ് തുറന്നു. വിദഗ്ധ ഡോക്ടർമാർക്ക് കീഴിൽ 3 നഴ്സുമാരും 7 ടെക്നീഷ്യന്മാരും ഡയാലിസിസ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. എടത്തുരുത്തിയിൽ വിസ്മയ കാഴ്ചയൊരുക്കി ചെണ്ടുമല്ലിപ്പാടം. സീഡ് ഫാമിലി ജീവനക്കാരാണ് ഓണവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. ദേശാഭിമാനി തൃശൂർ യൂണിറ്റിന്റെ 25ാം വാർഷികാഘോഷം തൃശൂർ പെരുമ എന്ന പേരിൽ ഈ മാസം 30, 31 തീയതികളിലായി നടക്കും. കേരളവർമ്മ കോളേജിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യും. വിയൂർ യുവജന സംഘം പുലിക്കളി സമിതിയുടെ കൊടിയേറ്റം നടന്നു. കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ കൊടിയേറ്റം നിർവഹിച്ചു. സാമവേദ ആവണി അവിട്ടം തമിഴ് ബ്രാഹ്മണർ ആഘോഷിച്ചു. പഴയ നടക്കാവ് പാണ്ഡി സമൂഹ മഠത്തിൽ തൃക്കൂർ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി 7ാം വാർഡ് കോൺഗ്രസ് സ്നേഹസംഗമം റോജി M. ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. ചാലിശ്ശേരി പെരുമണ്ണൂർ ഫുട്ബോൾ അസോസിയേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം ലക്ഷ്യമാക്കിയുള്ള പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബിന്റെ സേവന പദ്ധതികളുടെ ഭാഗമായി നിർമ്മിച്ച മനപ്പടിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ആർട്ടിസ്റ്റ് സോമൻ അദീനയും 100ൽ പരം ശിഷ്യരും ചേർന്ന് മുകുളങ്ങൾ എന്ന പേരിൽ ഒരുക്കുന്ന ചിത്രകലാ പ്രദർശനം വ്യാഴാഴ്ച തൃശൂർ ലളിതകലാ അക്കാദമിയിൽ ആരംഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രദർശനം. വല്ലച്ചിറ പഞ്ചായത്ത് വികസന പ്രചരണ കാൽനട ജാഥയ്ക്ക് തുടക്കം. CPM ജില്ലാ കമ്മിറ്റി അംഗം T. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പാർലിക്കാട് വെള്ളത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണിയോടനുബന്ധിച്ചുള്ള ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. നാരായണയം സമിതി അംഗം സൗദാമിനി വാരസ്യാർ പ്രകാശനം നിർവഹിച്ചു. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി ഓണത്തിനോടനുബന്ധിച്ച് ഉപ്പേരി ചലഞ്ചുമായി പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് പഞ്ചായത്ത് അംഗം ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. സക്ഷ്മ ദിവ്യാംഗ സേവാ കേന്ദ്രത്തിന്റെ ജില്ലാ സമ്മേളനം വ്യാഴാഴ്ച തൃശൂരിൽ നടക്കും. പൊതുസമ്മേളനം സിനി ആർട്ടിസ്റ്റ് ശ്രുതി ജയൻ ഉദ്ഘാടനം ചെയ്യും.
മദർ തെരേസ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ എൻ അലി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് 1-ാം വാർഡ് തിരുനെല്ലൂരിലെ പ്രധാന റോഡുകൾ തകർന്നതിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി PK രാജൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര പഞ്ചായത്തിൽ കലാകായിക മേളയ്ക്ക് തുടക്കമായി. മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് കാളത്തോട് ഡിവിഷനിൽ നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിനെ കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് BJP പ്രതിഷേധ ധർണ നടത്തി. BJP ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. പാലിയക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ നടപടി തുടരും. ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെപ്റ്റംബർ 9 വരെ ടോൾ പിരിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി. പഴനി അയിനൂരിൽ അതിഥി തൊഴിലാളിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പശ്ചിമബംഗാൾ സ്വദേശി 34 വയസ്സുള്ള അബ്ദുൾ കലാം ആസാദാണ് മരിച്ചത്. ഓണത്തിന് ഒരു കുട്ടപ്പൂവ് പദ്ധതി പ്രകാരം വെങ്കിടങ്ങ് GMLP സ്കൂളിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടത്തി. പ്രധാനാധ്യാപിക KK ജെയ്സി, PTA പ്രസിഡന്റ് PV ഷൈജു എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചാരലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ശുദ്ധിച്ചടങ്ങുകളും പുണ്യാഹവും നടത്തി. തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വത്തിലാണ് കുളത്തിൽ പുണ്യാഹം നടത്തിയത്. 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിച്ചു. കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗവും കാർഷിക സ്ത്രീ പഠന കേന്ദ്രവും പഞ്ചായത്തും സംയുക്തമായി സാങ്കേതിക വിദ്യാദിനം സംഘടിപ്പിച്ചു. കിരാലൂരിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യമസ് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി സർവീസ് സഹകരണ സംഘവും കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഓണം സഹകരണ വിപണി മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘം പ്രസിഡന്റ് KN മനോജ് അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച് ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഭീതി പരത്തി അമീബിക് മസ്തിഷ്ക ജ്വരം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് രോഗബാധ കാണപ്പെടുന്നത്. ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. വനിതാ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. തൃശൂർ ശക്തൻ തമ്പുരാൻ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണ പരിപാടികളുടെയും വിദ്യാലയങ്ങളും കേന്ദ്രീകരിച്ചുള്ള സേവന പദ്ധതികളുടെയും ഉദ്ഘാടനം നടന്നു. കോപ്പറേറ്റീവ് കോളേജ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് മണിയൻ കിണർ ഉന്നതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടിശ്ശിക വരുത്തിയതിന് കൊടുങ്ങല്ലൂർ മേഖലയിൽ 250 കണക്ഷനുകൾ ജല അതോറിറ്റി വിച്ഛേദിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ, എടവിലങ്ങ്, എറിയാട് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ കണക്ഷനുകളാണ് വിച്ഛേദിച്ചത്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണേശ സംഗീതോത്സവം സംഘടിപ്പിച്ചു. ക്ഷേത്രം ഊരാളൻ മണക്കുളം ദിവാകര രാജ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.